വിശുദ്ധ ഖുർആനിൽ നിന്ന് ഏതാനും ചില അഹങ്കാരികൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. അതിലൊന്നാമൻ മനുഷ്യവർഗത്തിൽപ്പെട്ട ആളല്ല, ജിന്നുവർഗത്തിന്റെ നേതാവായ സാക്ഷാൽ ഇബ്ലീസാണ്. ചരിത്രം കണ്ടതിൽ ആദ്യത്തെ മുത്തകബ്ബിർ. എന്താ ദലീൽ? വിശുദ്ധ ഖുർആനിൽ 2-ാമത്തെ അധ്യായം സൂറത്തു അൽ ബഖറ 34-ാമത്തെ ആയത്ത്. എന്താ? വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ. ആദമിന് സുജൂദ് ചെയ്യാൻ അല്ലാഹു തആല മലക്കുകളോട് പറഞ്ഞു. ഫസജദൂ, അപ്പോൾ അവരെല്ലാം സുജൂദ് ചെയ്തു. അവരെ കൂട്ടത്തിൽ സ്ഥാനമുണ്ടായിരുന്ന, പരിഗണിച്ചിരുന്ന ചരിത്രങ്ങൾ കാണാം. അതായത് സ്വഹീഹായ റിപ്പോർട്ടുകൾ തന്നെ കാണാൻ പറ്റും. വളരെ ആദരിക്കപ്പെട്ടിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു ആര്? ഇബ്ലീസ്. ഇല്ല ഇബ്ലീസ, പക്ഷെ ആ ഇബ്ലീസ് എന്ത് ചെയ്തില്ല, സുജൂദ് ചെയ്തില്ല. അബാ, വിസമ്മതിച്ചു. വസ്തക്ബറ, അഹങ്കരിച്ചു. വകാന മിനൽ കാഫിരീൻ, അങ്ങനെ അവൻ എവിടെ പെട്ടു? കാഫിറുകളുടെ കൂട്ടത്തിൽ പെട്ടുപോയി. ഔന്നത്യത്തിൽ നിന്ന്, ഉന്നതിയിൽ നിന്ന് ഏറ്റവും നിന്ദ്യമായ ഒരു അവസ്ഥയിലേക്ക് ഇബ്ലീസിനെ വഴി നയിച്ചത് അവന്റെ ഒരു ബോധമായിരുന്നു. ഏതാ ബോധം എന്നറിയോ? ഈ ഒരു അവസ്ഥയിലേക്ക് ശൈത്താനെ തരം താഴ്ത്തിയതെന്നറിയോ? ശൈത്താൻ പറഞ്ഞ വാക്കുണ്ട്, ഖാല അന ഖൈറും മിൻ. നീ സൃഷ്ടിച്ച ഈ ആദമിനെക്കാളും ശ്രേഷ്ഠൻ ഞാനാണ്. എന്താ എന്റെ ശ്രേഷ്ഠത്തിന്റെ മാനദണ്ഡം? ഖലഖതനി മിൻ നാരിൻ വഖലഖതഹു മിൻ തീൻ. 38-ാമത്തെ സൂറത്ത് സ്വാദ് 76-ാമത്തെ ആയത്ത്. എന്താ? ഖലഖതനി മിൻ നാർ, നീ എന്നെ പടച്ചത് തീയിൽ നിന്നാണ്. വഖലഖതഹു മിൻ തീൻ, അവനെ നീ പടച്ചത് മുട്ടിയാൽ മുഴക്കമുണ്ടാക്കുന്ന ദുർഗന്ധമുള്ള കറുത്ത ഒരു കളിമണ്ണിൽ നിന്നാണ്. അല്ലാഹുൽ മുസ്തആൻ. എന്തല്ല ഇപ്പൊ ഇവിടെ? ജനന മഹിമ, സൃഷ്ടി മഹിമ, ഗോത്രമഹിമ, വംശമഹിമ, തറവാട് മഹിമ. ലോകത്ത് നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ പ്രിയമുള്ളവരെ, ഇന്നും കാണുന്ന അക്രമങ്ങളിൽ ഒരു വലിയ പങ്കും വംശമഹിമയാൽ, വർണ്ണവെറിയാൽ, ജാതിവെറിയാൽ, തൊലിയുടെ നിറത്തിന്റെ പേരിൽ പോലും ഇന്നും ജൂതരക്തം, ആര്യരക്തം, കറുത്തവർക്കെതിരെ നമ്മുടെ രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഇന്നത്തെ പത്രം പോലും പരിശോധിച്ചു നിങ്ങൾ, അപ്ഡേറ്റ് ആയിട്ടുള്ളത് നിലനിൽക്കുന്ന ജാതീയതയുടെ, വർഗീയതയുടെ, വംശീയതയുടെ എല്ലാ അർത്ഥത്തിലുമുള്ള എന്താ പറയാ ഈ ഒരു അവഗണന, ഇതൊരർത്ഥത്തിൽ ശൈത്താനിയത്താണ്. കാരണം ശൈത്താൻ കൊണ്ടുവന്നാണത്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.